महाकाय कोटिसूर्यसमप्रभा निर्विघ्नं कुरु मे देव शुभकार्येषु। ധൃതരാഷ്ട്രർ അദ്ദേഹത്തിൻ്റെ അന്തിമമായ കർമ്മങ്ങൾ ഭൗതികവും മാനസികവും ആധ്യാത്മികവും മതപരവുമായ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ച് തൻ്റെ സുഹൃത്തുക്കൾക്ക്, പരിചിതന്മാർക്ക്, കൊട്ടാരത്തിലെയും അന്തഃപുരത്തിലെയും വേലക്കാർക്ക്, മറ്റ് അദ്ദേഹത്തെ സന്ദർശിക്കാൻ വന്നവർക്ക്, സൈനിക തലവന്മാർക്ക്, ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും അവരവരുടെ രീതിക്കനുസരിച്ച പാരിതോഷികവും ദക്ഷിണയും, ചിലർക്ക് കൊടുക്കുമ്പോൾ അത് ദക്ഷിണയാകും, ചിലർക്ക് കൊടുക്കുമ്പോൾ ദക്ഷിണ തന്നെ പാരിതോഷികമാകും. ഇങ്ങനെ എല്ലാവർക്കും കൊടുത്ത് ഭീമൻ ഇടഞ്ഞു തന്നെ നിന്നെങ്കിലും അത് അവിടെയാണ് നാം ഈ ഭീമനെ ശ്രദ്ധിക്കേണ്ടത്. രാജധർമ്മ അനുഷ്ഠാനത്തിൽ ഒരു തരത്തിലുമുള്ള താത്വികമായ വീഴ്ച വരുത്തുകയോ അനാവശ്യമായ ദയ, കാരുണ്യം തുടങ്ങിയവ കാണിക്കുകയോ അദ്ദേഹം ചെയ്യാറില്ല എന്നതാണ്. അത് കുട്ടിക്കാലം മുതലേ അങ്ങനെയാണ്. അല്ലാതെ പിൽക്കാലത്ത് അദ്ദേഹം ശീലിച്ച് എടുത്തിട്ടുള്ളതല്ല. ആചാര്യന്മാരെ അനുകരിച്ചോ ആചാര്യന്മാർ പറയുന്നത് കേട്ടോ ഗുരുനാഥന്മാരുടെ ഉപദേശത്തിന് വഴങ്ങിയോ അദ്ദേഹം തന്നിൽ കൃഷി ചെയ്ത് കൾട്ടിവേറ്റ് ചെയ്ത് തന്നിൽ കിളിർപ്പിച്ച് വലുതാക്കിയെടുത്ത ഒന്നല്ല. സ്വഭാവത്തിൻ്റെ അപരിത്യാജ്യമായ ഒരു വശമാണ് അദ്ദേഹത്തിൻ്റെ ധാർമ്മികമായ അമർഷം. എല്ലാവർക്കും ഉപകാരം ചെയ്യുകയും ചെയ്യും. അത് ചെയ്യും, അതൊക്കെ ചെയ്യും, ചെയ്യാവുന്ന ഉപകാരങ്ങളെല്ലാം ചെയ്യാറുണ്ട്, അതെല്ലാം ചെയ്യും. അതുകൊണ്ട് അദ്ദേഹത്തെ വർണ്ണിക്കുമ്പോഴൊക്കെ സന്ദർഭത്തിന് അനുസരിച്ച് വ്യാസൻ അത്യമർഷണൻ, അത്യമർഷണശീലൻ എന്നിങ്ങനെ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കും. ഇത് പാണ്ഡവന്മാരിൽ അനീതിക്കെതിരായിട്ടുള്ള ഒരു അമർഷണമാണ്. അനീതിക്കും എതിരും ധർമ്മത്തിന് അനുകൂലവുമായി. അനീതിയേക്കാൾ ധർമാനുഷ്ഠാനത്തിനാണ് അദ്ദേഹം പ്രാധാന്യം നൽകുന്നത്. കാരണം നീതി എന്നത് ചിലപ്പോൾ നിർണയിക്കാൻ വയ്യാത്ത ഒരു സങ്കീർണ പ്രതിഭാസമായി മനുഷ്യൻ്റെ ധൈഷണികമായ ഔന്നത്യത്തെ വെല്ലുവിളിക്കാൻ പോന്ന നാടകീയമായ സാഹചര്യങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ വരും. കുറച്ചു പേർക്ക് നീതിയാണെങ്കിൽ വേറെ ചിലർക്ക് അനീതിയായിട്ട് തോന്നും. അങ്ങനെ വരും. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിലും മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടതും അനുധാവനം ചെയ്യേണ്ടതും ധർമ്മം എന്താണോ അത് ചെയ്യുക എന്നതാണ്. ഇപ്പം യുദ്ധത്തിന് നിയോഗിച്ച ഒരാൾ അധർമ്മപക്ഷത്ത് നിൽക്കുന്ന കുറേ ആളുകൾക്ക് സാംക്രമിക രോഗം ബാധിച്ചു. ഉടനെ അയാൾ അമ്പും വില്ലും വാളൊക്കെ ഒരു താഴ്ത്ത് വെച്ചിട്ട് വൈദ്യന്മാരെ അന്വേഷണം എടുക്കുക. യുദ്ധധർമ്മമാണ്, എവിടെയെല്ലാം വൈദ്യന്മാരെ കിട്ടും എന്ന് അന്വേഷിച്ച് നടന്ന് ചെയ്താൽ അത് ഒരു പക്ഷേ ശ്രീബുദ്ധനെ പോലെ ഒരു വലിയ യോഗിക്ക്, മഹായോഗിക്ക് സമുചിതമായ ഒരു പ്രവൃത്തിയാകും എന്നുള്ളതല്ലാതെ യുദ്ധക്കളത്തിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന യോദ്ധാവിനോ ആ യോദ്ധാക്കന്മാരെ നയിക്കുന്ന ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു നായകനോ ചേരുന്ന പ്രവൃത്തി അല്ലാതെ വരും. പക്ഷേ ഇവിടെ പലർക്കും അത്തരമൊരു സ്വഭാവത്തിൻ്റെ ഉപദ്രവം ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ധർമ്മപുത്രരാണെങ്കിൽ അദ്ദേഹത്തിന് പോകാൻ പറ്റുകയില്ലെങ്കിലും അതിനുള്ള വഴികൾ എന്താണെന്ന് ആലോചിക്കുകയും അതിന് നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യും. ശ്രീരാമൻ കാണിച്ചു കൊടുത്ത മാതൃകയല്ലേ? ശ്രീരാമൻ തന്നെ ശ്രീരാമൻ അങ്ങനെ ഒരു മാതൃക കാണിച്ചു എന്നത് നമ്മുടെ തോന്നൽ മാത്രമാണ്. എന്താ മാതൃക കാണിച്ചത്? രാവണനെ ആയുധമില്ലാതെ നിൽക്കുകയാണ്. അതാ
അങ്ങനെ യുദ്ധ നിയമമാണല്ലത്. യുദ്ധ നിയമമാണത്. യുദ്ധത്തിലെ പ്രാഥമികമായ ഒരു നിയമവും പ്രാഥമികമായ നീതിയും പിന്നെ അത് ധർമ്മപ്രകാരവും കൂടി ചെയ്യേണ്ടതാണ്. ഇത് ഭീമനാണെങ്കിൽ ചെയ്യില്ല, ശ്രീരാമൻ കാണിച്ചു കൊടുത്തതാണെങ്കിലും. കാരണം രാവണൻ അനേകം അധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അത്തരം അനേകം അധർമ്മങ്ങൾ ചെയ്യുകയും പല അധർമ്മങ്ങളും ചെയ്ത ശാപങ്ങൾക്ക് മേൽ ശാപങ്ങൾ വാരിക്കൂട്ടി കൂമ്പാരം ആക്കി വച്ചിരിക്കുകയും ചെയ്ത ഒരാളുടെ തേര് കത്തിപ്പോയി, അയാളുടെ തേരാളിമാർ ചത്തുപോയി, കുതിരകൾ ചത്തുപോയി, ആയുധങ്ങൾ തീർന്നുപോയി, അമ്പും വില്ലും മുറിഞ്ഞുപോയി, അമ്പൊടിഞ്ഞും വില്ലും മുറിഞ്ഞും പോയി. അവിടെ ഒന്നും ഒരു കാരുണ്യവും ഭീമനിൽ നിന്ന് പ്രതീക്ഷിക്കാൻ സാധ്യമല്ല. അദ്ദേഹം അത് പരിഗണിക്കുകയില്ല. അത് കൂടുതൽ സൗകര്യമായി എന്നുള്ളതല്ലാതെ. പക്ഷെ ആത്യന്തികമായി നാം പരിശോധിച്ച് നോക്കുമ്പോൾ യുദ്ധവും കഴിഞ്ഞു, ജയിക്കേണ്ട ആളുകൾ ജയിച്ചു, രാജ്യവും ഭരണവും സ്വസ്ഥമായി. തൻ്റെ ഭരണത്തിൽ ജനങ്ങൾ ആഹ്ലാദിക്കുന്ന സന്ദർഭത്തിൻ്റെ ഒരു ഏകാന്ത വേളയിൽ താൻ തന്നെ ഇരുന്ന് ആലോചിക്കുമ്പോൾ ഈ രാവണന് ഒരവസരം കൊടുക്കാമായിരുന്നു എന്ന് തോന്നും. ഈ സന്ദർഭത്തിൽ നിന്നൊക്കെ മാറി. രാജ്യം കിട്ടി, ഭാര്യയെ കിട്ടി, ജനങ്ങൾക്ക് സുഖം. രാമൻ ഭരിക്കാൻ തുടങ്ങിയതുകൊണ്ട് കൊതുകുകളെല്ലാം കൂട്ടത്തോടെ ഇന്ത്യക്ക് വെളിയിലേക്ക് പോയി, ചൈനയിലേക്കും അതിന് അപ്പുറത്തുള്ള മറ്റു രാജ്യങ്ങളിലേക്കും ബർമ്മയിലേക്കും സയാമിലേക്കും യാവയിലേക്കുമൊക്കെ പോയി. കൊതുകുകളും ഈച്ചകളും. കൊതുകുകളും ഈച്ചകളൊന്നും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. ജനങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഭരണത്തെ രഘുമുതലുള്ള അല്ലെങ്കിൽ ദിലീപൻ മുതലുള്ള സൂര്യവംശ രാജാക്കന്മാരുടെ ഭരണവുമായിട്ട് തട്ടിച്ചു നോക്കി താരതമ്യപ്പെടുത്തി നോക്കിയിട്ട് ഇതുപോലൊരു സദ്ഭരണം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. മറ്റേത് തിന്നാനും കുടിക്കാനും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. ഇത് മനസ്സിന് തന്നെ എന്തെന്നില്ലാത്ത ഒരു സുഖം. അപ്പോൾ ഇത്രയും നല്ലൊരു ഭരണം ഉണ്ടായിട്ടില്ല എന്ന് ജനങ്ങൾ വിശേഷിപ്പിച്ച് പറയുന്ന സദ്ഭരണത്തിൻ്റെ അത്യപൂർവമായ സന്ദർഭത്തിൻ്റെ സുന്ദരമായ അനുഭവത്തിൽ ജനങ്ങൾ മുഴുകിയിരിക്കുമ്പോൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ ഏകാന്തതയിൽ ഉറക്കം വരാൻ താമസിച്ച് തൻ്റെ സന്നിവേശത്തിൽ തൻ്റെ മുറിയിൽ ഇരിക്കുന്ന രാമൻ കഴിഞ്ഞുപോയ ഭരതനെക്കുറിച്ചും ആലോചിക്കുമ്പോൾ ചിലതൊക്കെ ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നും. അത് ഭീമനും തോന്നും. ഭീമൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, ഒഴിവാക്കാമെന്നല്ല. ഇപ്പൊ ഭീമൻ ഇങ്ങനെ ഈ മക്കളെ ഈ 100 പേരെ കൊന്നതേ അതിലൊരു പശ്ചാത്താപം തോന്നിയിട്ടുണ്ടോ? പശ്ചാത്താപം തോന്നിയിട്ടില്ല. ഇദ്ദേഹത്തെ ഇത്രയും തേജോവധം ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് ധൃതരാഷ്ട്രൻ. പക്ഷെ അങ്ങനെ തോന്നാൻ, തേജോവധം ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം കാരണങ്ങളുണ്ട്. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത കാരണങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ പോലും ഭീമനെ തകർക്കാനാണ് അദ്ദേഹം നോക്കിയത്. അതാണ് ദുര്യോധനൻ. അല്ല, ഈ ഭീമൻ മാത്രമല്ലേ ഈ ധൃതരാഷ്ട്രക്ക് പൈസ കൊടുക്കായിരുന്നുള്ളൂ? അത്രേ ഉള്ളൂ. അതിലൊന്നും ഭീമന് പശ്ചാത്താപമൊന്നുമില്ല. സാർ, അത് ഈ ഞാൻ പറയുന്നത് ഈ ബലികർമ്മങ്ങൾ നടത്താനും കൂടെ പണം ചോദിച്ചെന്നാ തോന്നുന്നത് ധൃതരാഷ്ട്രൻ, അല്ലെ? തർപ്പണമുണ്ട് അതിനകത്ത്. അപ്പൊ താൻ കൊന്നിട്ടുള്ള മക്കളുടെ ബലി നടത്തുന്നതിന് ഞാൻ കൊടുക്കണ്ടെന്ന് വിചാരിച്ച അല്ല. അതിന് മാത്രമല്ല, അദ്ദേഹത്തെ ഒരു തരത്തിലും ധനപരമായി സഹായിക്കാൻ പാടില്ല എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ ധർമ്മദീക്ഷയിൽപ്പെട്ടതാണ്. കാരണം ജനിച്ചിട്ട് എന്തെങ്കിലും ഒരു ഉപകാരം ആർക്കെങ്കിലും ചെയ്തതായി ഭീമന്റെ അറിവിൽപ്പെട്ടിടത്തോളം ഇല്ല. അതുകൊണ്ടാണ് അദ്ദേഹം സഹായിക്കുന്നത്. പിന്നെ മാത്രമല്ല, അദ്ദേഹത്തിനാണ് കൃത്യമായി രാജ്യത്തിൻ്റെ മന്ത്ലി, അതായത് മാസത്തെയും അർദ്ധവാർഷികത്തിലെയും അതുപോലെ ഒരു വർഷത്തെയും ആയവ്യയങ്ങൾ കൃത്യമായിട്ട് അറിയുന്നയാൾ ഭീമനാണ്. ധനകാര്യം അദ്ദേഹത്തിൻ്റെ കീഴിലാണ്. അപ്പോൾ അതിൻ്റെ കണക്കുകളെല്ലാം അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ ഇരിക്കെയാണ് ഇത് കൊട്ടാരത്തിലെ വ്യക്തികളുടെ വരുമാനം എടുത്താണ് ഈ കൊടുക്കുന്നത്. അത് അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് കൊടുത്താലും മതി. അതൊരു ധാർമ്മികമായ ബാധ്യതയല്ല. ധാർമ്മികമായ ബാധ്യത പോലും നിർവഹിക്കാൻ വലിയ വൈമനസ്യം കാണിച്ച ഒരാൾക്ക് അയാളോട് പിന്നെ ഏത് തരത്തിലുള്ള ധാർമ്മിക ബാധ്യതയാണ് ഇവർക്കുണ്ടാവുക? അതുകൊണ്ടാണ് ആ നിലപാട് സ്വീകരിച്ചത്. പ്രത്യേകിച്ച് ഭീമനെ അവസാനം കെട്ടിപ്പിടിച്ച് കൊല്ലാൻ തുടങ്ങിയതാണ്.
അപ്പോൾ ഒരു ഭരണാധിപനായ വ്യക്തിക്ക് ആ ധർമ്മത്തെ ലംഘിക്കാൻ സാധ്യമല്ല. എന്നാൽ ഭരണാധിപനല്ലാത്ത ദാർശനികന്മാരായ വ്യക്തികളുണ്ട്, അവർക്ക് ഇതെല്ലാം സഹിച്ചു കളയാം. ഇപ്പോൾ ഇത് വസിഷ്ഠനോടാണ് ചെയ്തതെന്ന് ഇരിക്കട്ടെ, വസിഷ്ഠനത് സഹിക്കാം, ധൃതരാഷ്ട്രം സഹായിക്കുകയും ചെയ്യാം, വ്യാസനത് സഹിക്കാം. കാരണം അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ധർമാനുഷ്ഠാനത്തിൽപ്പെട്ട ആളല്ല, തപസ് ചെയ്യുന്ന ആളാണ്. ഒരു തപസ്വിക്ക് അത് സഹിക്കാം, ക്ഷമിക്കാം. കാരണം അവരുടെ ജീവിതത്തിൻ്റെ മാർഗം അതാണ്. ശമത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിച്ച് അവസാനം ബ്രഹ്മസായുജ്യം അല്ലെങ്കിൽ ബ്രഹ്മസാക്ഷാത്കാരം അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം തന്നെ അറിഞ്ഞ് അറിവിൻ്റെ ഉത്തുംഗതയിൽ എത്തുക എന്നുള്ളതാണ് അവരുടെ പരമമായ ലക്ഷ്യം. ഇവിടെ അതല്ല ലക്ഷ്യം, ഇവിടെ ധർമ്മം അനുഷ്ഠിക്കുകയാണ് പരമമായ ലക്ഷ്യം ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ ഭീമൻ ഒഴിച്ചുള്ള ആളുകൾ അദ്ദേഹത്തെ സഹായിച്ചതുകൊണ്ട്, ധൃതരാഷ്ട്രരെ സഹായിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ കർമ്മങ്ങളും അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ നടത്തി മനസ്സിന് സന്തോഷവും സന്തുഷ്ടിയും സംതൃപ്തിയും നേടാൻ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം വനത്തിലേക്ക് പുറപ്പെടുന്നത്. അപ്പോഴേക്കും 15 വർഷമാകും. പിന്നെ വനത്തിൽ അദ്ദേഹം മൊത്തം താമസിക്കുന്നത് 3 വർഷമാണ്. ഇങ്ങനെ 18 വർഷമാണ് അദ്ദേഹത്തിൻ്റെ മക്കളില്ലാതെ അദ്ദേഹം കൊട്ടാരത്തിലും വനത്തിലുമായി താമസിക്കുന്നത്. അങ്ങനെ ബ്രഹ്മചര്യാനുഷ്ഠാനത്തിന് പോകുമ്പോഴാണ് ഇവിടെയെല്ലാം എല്ലാവരും വന്ന് അവരുടെ ജീവിതയാത്രയിലെ പ്രധാനപ്പെട്ട സങ്കീർണമായ സംഘർഷഭരിതമായ അനുഭവങ്ങളെല്ലാം വന്ന് ഒരേ ബിന്ദുവിൽ സംയോജിക്കുകയാണ്. ധർമ്മപുത്രരുടെ ജീവിതം അദ്ദേഹത്തിൻ്റെ ധർമാനുസൃതമായ രാജ്യഭരണത്തിൻ്റെ അന്തിമമായ ഘട്ടത്തിൽ വന്ന് സന്ധിക്കുന്നു. ഭരിച്ചു തീർക്കുക എന്നുള്ളതല്ലാതെ പിന്നെ അദ്ദേഹത്തിന് ചെയ്യാനൊന്നുമില്ല. അതുപോലെ തന്നെ അർജുനനും ഭരണത്തിൽ സഹായിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല. നകുല സഹദേവന്മാർക്കും ധൃതരാഷ്ട്രക്കും കുന്തിക്കും ഗാന്ധാരിക്കും പാഞ്ചാലിക്കും സുഭദ്രയ്ക്കും ഉത്തരയ്ക്കും എല്ലാവരും വ്യാസൻ ഉദ്ദേശിച്ചിട്ടുള്ള ജീവിതത്തിൻ്റെ അന്തിമമായ പ്രധാനപ്പെട്ട സന്ധിയിൽ വന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ധർമ്മബോധ പ്രേരണയാൽ തങ്ങളുടെ കർത്തവ്യം അന്വേഷിച്ചുകൊണ്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് ഇദ്ദേഹം താൻ ചെയ്യാൻ പോകുന്നത് എന്താണ് എന്ന് പരിപൂർണമായി തീരുമാനിച്ച് എല്ലാവരെയും അറിയിക്കുന്നത്. അതിൽ സങ്കടത്തിന് പ്രത്യേകിച്ച് ആവശ്യമില്ലെങ്കിലും ഇത് കേട്ടപ്പോൾ വ്യാസൻ്റെ മകനാണെങ്കിലും ചന്ദ്രവംശത്തിൽ ജനിച്ച് എല്ലാ തരത്തിലുമുള്ള ഭൗതിക ഭോഗ ലൗകിക സുഖ സാമഗ്രികളുടെ മധ്യത്തിൽ എല്ലാവരുടെയും അസൂയയ്ക്ക് പാത്രമായി ജീവിച്ചു പോന്ന ഒരാൾ പൊടുന്നനെ ആരും പ്രതീക്ഷിക്കാതിരിക്കെ അപചാരിതമായി അപ്രതീക്ഷിതമായി ആകസ്മികമായി, അങ്ങനെ പറയുമെന്ന് വിചാരമില്ലപ്പോൾ, ആകസ്മികമായി താൻ കൊട്ടാരത്തിലെയും മറ്റ് ഭൗതികമായ സമൃദ്ധികൾ അനുഭവിക്കാൻ പറ്റുന്ന ജീവിതത്തെയും പരിപൂർണമായും സന്തോഷത്തോടുകൂടി തിരസ്കരിച്ച് കാനനവാസത്തിന് അല്ലെങ്കിൽ വാനപ്രസ്ഥം എന്ന വാക്ക് വനത്തിലേക്കുള്ള നടപ്പ് എന്നാണ്. വനത്തിലേക്ക് നടക്കുകയാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയെ മാത്രമേ കൂട്ടുവിളിച്ചുള്ളൂ. അത് തന്നെ ശുശ്രൂഷിക്കാനല്ല, മറിച്ച് അവർ ഒറ്റയ്ക്കായി അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഭർതൃസഹജമായ ആശങ്ക ഉണ്ടാകും. ധർമ്മപുത്രർ മഹാപ്രസ്ഥാനത്തിനിറങ്ങിയപ്പോൾ പാഞ്ചാലിയെ പരിപൂർണമായി വിട്ടുകൾ. കാരണം ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ലോക ജീവിതത്തിൽ നിന്ന് തന്നെ ഇവർ പിന്മാറുകയാണ്. അങ്ങനെ ലോകജീവിതത്തിൽ നിന്ന് പിന്മാറുമ്പോൾ ലോകജീവിതത്തിന് കാരണമായി പഞ്ചേന്ദ്രിയങ്ങളെ ബദ്ധമാക്കി നിർത്തുന്ന ഒരു ബന്ധത്തെയും അദ്ദേഹം അംഗീകരിക്കുന്നില്ല. അനുജന്മാരെയും അദ്ദേഹം സ്വീകരിക്കുന്നില്ല.
ഈ നിലപാട് മഹാഭാരതത്തിൽ മനുഷ്യൻ എന്നുള്ള നിലയിൽ ധർമ്മപുത്രർ മാത്രമേ സ്വീകരിക്കുന്നു. അല്ല, അതും ഒരു വാനപ്രസ്ഥമായിട്ട് പറയാമോ ഈ ഇല്ല, ധർമ്മപുത്രർ പോയതും? അല്ല, കാരണം വാനപ്രസ്ഥത്തിൻ്റെതായ രീതികളുണ്ട്. അതുപോലെ അല്ല ഇത് പോയത്. ഇത് മഹാപ്രസ്ഥാനം. ഇത് മഹാപ്രസ്ഥാനം എന്നാണ് അതിന് പേര് പറഞ്ഞിരിക്കുന്നത്. അത് വാനപ്രസ്ഥത്തിനെക്കാട്ടിലെ കവിഞ്ഞ സംഗതി ആണ്. അതിൽ ഓരോ തരത്തിലുള്ള നിയമങ്ങളുമില്ല, വിട്ടുവീഴ്ചകളുമില്ല, പുനരാലോചനയുമില്ല, പുനശ്ചിന്തയുമില്ല. അങ്ങ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുക, അങ്ങ് പോവുകയാണ്. എവിടം വരെ ഈ ശരീരം കൊണ്ട് പോകാൻ പറ്റുമോ അവിടം വരെ പോകും, അവിടെ വീഴുക. അതാണ് ഭാരതത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അനേകം നദികൾക്ക് ഉത്ഭവ കേന്ദ്രമായ, അനേകം ഔഷധ സസ്യങ്ങളുള്ള, അനേകം ധാതു മണലുകളുള്ള, അനേകം രത്നങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഹിമാലയത്തിലേക്കാണ് എല്ലാവരുടെയും ഏതെങ്കിലും തരത്തിൽ ഈശ്വരവിശ്വാസമുള്ള എല്ലാവരുടെയും അന്തിമമായ യാത്ര. വിശ്വാസമില്ലാത്തവർക്കും ഹിമാലയം ഒരു പ്രശ്നം തന്നെയാണ്. അതിനിപ്പോൾ ഈശ്വരനിൽ വിശ്വസിക്കണമെന്നില്ല, ശിവനിൽ വിശ്വസിക്കണമെന്നില്ല, ഹിമവാനായ ദേവനെ വിശ്വസിക്കണമെന്നില്ല, ആ ദേവന്റെ സഹധർമ്മിണിയായ മേനയെ വിശ്വസിക്കണമെന്നില്ല, അദ്ദേഹത്തിൻ്റെ പുത്രി എന്ന് പറയപ്പെടുന്ന പാർവതിയെ, ദേവിയെ വിശ്വസിക്കണമെന്നില്ല, കുമാരനെയും ഗണപതിയെയും വിശ്വസിക്കണമെന്നില്ല. ഹിമാലയം എന്നുള്ള നിലയിൽ തന്നെ ഭാരതത്തിലെ ചിന്തിക്കുന്നവരുടെയും ഭാരതത്തിലെ ഭാവനാശാലികളുടെയും ഭാവനയിൽ തങ്ങളുടേതായ ഭാവസ്വർഗം തീർക്കാൻ കഴിവുള്ള എല്ലാ സർഗപ്രതിഭകളുടെയും ആകർഷണ കേന്ദ്രം ആയിരുന്നു ഹിമാലയം. ഇനിയും അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ അതിന് അവിടെ ഒരു ഈശ്വരനുണ്ടോ, പ്രപഞ്ചത്തിൻ്റെ ഒരു സ്രഷ്ടാവുണ്ടോ, പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടതാണോ, പ്രപഞ്ചം തനിയെ ഉണ്ടായി വന്നതാണോ, ഇതൊന്നും ഒരു അന്വേഷണ വിഷയമേ അല്ലാതെ അതിനെ അംഗീകരിച്ചുകൊണ്ട് അവിടെ പോയി കിടന്ന് മരിക്കാം എന്ന് വിചാരിക്കുന്ന നിരീശ്വരവാദികൾ ഉണ്ട്. കൃഷ്ണവാര്യർ പിന്നെ ഈ ഹിമാലയത്തിലാണ് എൻ്റെ ആത്മാവിൻ ഗേഹം, അവസാനത്തെ ആസ്പത്രി എന്നുള്ള കവിത. അപ്പം ഇത്തരം ഒരു ആകർഷണ കേന്ദ്രം ഏത് മാനസിക നിലവാരത്തിലുള്ളവരെയും അന്തിമമായി ആകർഷിക്കത്തക്ക വിധത്തിൽ തങ്ങളുടേതെന്ന് തങ്ങൾ കരുതിയിരുന്ന ആരുടേതുമല്ലാത്ത ദൈവങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. കുറച്ചുനാൾ ഇതെൻ്റെതാണെന്ന് ഞാൻ കരുതും, പിന്നെ കുറച്ചുനാൾ കഴിഞ്ഞ് വന്നിട്ട് വേറൊരുത്തൻ്റേതാണെന്ന് അയാൾ കരുതും. ഇങ്ങനെ മാറി മാറി ഈ സ്വന്തത്വം അല്ലെങ്കിൽ മമതാബന്ധം മാറി മാറി വഹിക്കുന്ന ദ്രവ്യങ്ങളെ എല്ലാം ഉപേക്ഷിച്ച് അവസാനം ചെന്ന് യഥാർത്ഥത്തിൽ സ്വന്തം ജീവിതം തല്ലി ഉടയ്ക്കാൻ പറ്റിയ ഒരു വലിയ കല്ല് തന്നെയാണ് ഹിമാലയ പർവ്വതം. ആ ഹിമാലയത്തിലേക്ക് പോകുന്നതിനെയാണ് മഹാപ്രസ്ഥാനം എന്ന് പറഞ്ഞത്. മഹാപ്രസ്ഥം എന്നും അതിന് പേര് പറയും. ഇത് വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അത് ആശ്രമം കെട്ടി വേറൊരു ജീവിത രീതിയാണ്. 4 തരത്തിലുള്ള ജീവിത രീതികൾ, 4 തരത്തിലുള്ള ജീവിത അവസ്ഥകൾ മനുഷ്യൻ്റെ ഉത്കർഷത്തിന് വേണ്ടി, ഉത്കർഷം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ പൂർവികരായ ഋഷികൾ സങ്കല്പിച്ച് വെച്ചിട്ടുണ്ട്. അത് പ്രയോഗത്തിൽ വരുത്താവുന്നതാണ്, അല്പം ക്ലേശമുള്ളതാണെന്ന് മാത്രമേ. അല്ല, കഴുങ്ങും കായും ഒക്കെയുള്ള സ്ഥലമൊക്കെ ആയിരിക്കും തിരഞ്ഞെടുക്കുക. അങ്ങനെ താമസിക്കാൻ സൗകര്യം. അതുകൊണ്ടാണ് എല്ലാവരും ഗംഗാനദിയുടെ തീരത്തേക്ക് പോകുന്നത്. അവിടെ കായ്കിഴങ്ങൾ കിട്ടും, പഴങ്ങൾ സ്വാഭാവികമായി പ്രകൃതിയിൽ വളർന്നു വരുന്ന, ആരും വളർത്താത്ത. മഹാപ്രസ്ഥാനക്കാരൻ അങ്ങനെ ഭക്ഷണത്തിന്റെ പ്രശ്നമില്ല, എത്തുന്നിടത്ത് വീഴുക എന്നുള്ളതാണ്. അല്ല എന്ന് മാത്രമല്ല, ഒരാളെ മൈൻഡ് ചെയ്യത്തില്ല, അങ്ങനെ മുന്നോട്ട് പോകാൻ ഇല്ല. അത് അവസാനത്തെ ക്ലേശാനുഭവമാണ്. അല്ല, സുഖം എന്നുള്ളത് അതിൻ്റെ ഈ മഹാപ്രസ്ഥത്തിൻ്റെ ഡിക്ഷണറിയിൽ, നിഘണ്ടുവിൽ സുഖം എന്നുള്ള വാക്കില്ല. പക്ഷെ ആനന്ദം എന്ന് പറയുന്ന ഒരെണ്ണം കാണും. അത് അവസാനമാണ്. അത് അവരുദ്ദേശിച്ചതുപോലെ അത് ചെന്ന് കലാശിച്ചാൽ അതിൽ ആനന്ദമുണ്ടാകും. അത് എവിടെ നിന്നും വരുന്നതല്ല, അത് ആത്മസ്വഭാവം സ്വയം പ്രതിഭാസിക്കുന്നതാണ്. സാർ, എല്ലാം വെടിഞ്ഞാൽ തന്നെ ഒരു ആനന്ദമില്ലേ? അത് പറയാനൊക്കെ ഇല്ല.
ഇവർ തന്നെ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ പാണ്ഡവന്മാരെ എല്ലാരും കൂടെ എല്ലാം വിട്ടെറിഞ്ഞിട്ട് അങ്ങ് പോവുകയല്ലേ. പോകുമ്പോ ഇവർക്കൊരു ആനന്ദമില്ലാതാണോ പോകുന്നത്? ഒരു സന്തോഷത്തോടു കൂടി സാധാരണഗതിയിൽ ഇതെല്ലാം വിട്ടെറിഞ്ഞ് കളഞ്ഞതിലുള്ള ആനന്ദമുണ്ട്. അല്ലാതെ അങ്ങനെ ആനന്ദമുണ്ടെങ്കിലും അവർ പരിപൂർണമായി ലൗകികം ത്യജിച്ചവരല്ല. ലൗകിക ജീവിതത്തിന്റെ ഇത് ആനന്ദമല്ല, നെഗറ്റീവായിട്ട് റിലീഫ് എന്ന് പറയുന്നത്. അതേ ഉള്ളൂ, അതേ ഉള്ളൂ. ആശ്വാസം, പോസിറ്റീവായിട്ടുള്ള ആനന്ദം അല്ല. പിടുത്തത്തിൽ നിന്ന് വിടുമ്പോഴുള്ള അതങ്ങനെയുണ്ട്. ഇപ്പൊ നമ്മള് യാത്ര ചെയ്യുമ്പോ യാത്ര ചെയ്യുന്ന വാഹനത്തിൽ കയറുമ്പോഴൊരു സ്വസ്ഥതയായി. അതെ 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 അതേപോലെ. പിന്നെ ഇറങ്ങാൻ നേരത്താണ്, ഇറങ്ങുമ്പോൾ തലയും കുത്തി അവിടെ നിന്ന് വീഴുവോ, ഇങ്ങനെയൊക്കെയുള്ള ആശങ്കകളുണ്ട്. പിന്നെ അവിടെ ചെന്നിട്ട് ആ ഡെസ്റ്റിനേഷൻ ചെന്നിട്ട് പിന്നെ അടുത്ത് താമസിക്കാനുള്ള ലോഡ്ജ് എവിടെയാണ്, അവിടെ ചെല്ലുന്നത്. അവിടെ എത്തിയല്ലോ, ഇവിടെ എത്തി, ഇനിയാണ് അടുത്ത സ്ഥലത്ത് പോയി പരിപാടിക്ക് പോയി അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടത് എന്ന് അപ്പോഴാണ് ബോധ്യം വരുന്നത്. അപ്പോൾ അവിടെ ചെന്നു. അവിടെ ഇപ്പോൾ ഇത് ഗൾഫ് രാജ്യങ്ങളിലെ സംസ്കാരം, ഉടനെ ഗൾഫ് രാജ്യങ്ങളിലെ സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞു. ഒന്നും ഗൾഫിനെ കുറിച്ച് യാതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ ചെയ്തു. പോകുന്ന വഴിക്ക് അവരോട് ചോദിക്കും എങ്ങനെയാണ് ഇവിടെ ആളുകളൊക്കെ. ആളുകൾക്ക് കുഴപ്പമൊന്നുമില്ല, എണ്ണയുണ്ട്, കാശുണ്ട്, അപ്പോൾ സുഖമാണ് ജീവിതം. പിന്നെ മതപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കരുത് എന്ന് ഒരു ഇതും കൂടി അവർ തരും. പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോരാനാണ്. മറ്റേതല്ല, തിരിച്ചു പോക്കില്ലാത്ത, തിരിച്ചു വരവില്ലാത്ത, ഇനി തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത, അത് പ്രതീക്ഷിക്കാത്ത, എന്നാൽ അത് പരിപൂർണമായും വിഷാദരഹിതമാണ് എന്ന് പറയാനൊക്കില്ല. ഒരു ഏറ്റവും വലിയൊരു ലാഭം ഇതിനകത്തുള്ളത് രോഗിയായി കിടക്കണ്ട എന്നുള്ളതാണ്. വീട്ടുകാർക്കും പ്രശ്നമില്ല. മറ്റേത് ഈ വാനപ്രസ്ഥത്തിലിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് മൂത്ത മകൻ കാണാൻ ചെല്ലും. അച്ഛനായ സന്യാസിയായാലും അച്ഛനായ രാജാവായാലും കാണാൻ ചെല്ലും. കണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയും. ഒരു കുഴപ്പമില്ല, ചത്തോളൂല്ല. ഇനിയിപ്പോൾ ധൈര്യത്തിന് ഒരു കാര്യം ഉറപ്പായല്ലോ. ധൃതരാഷ്ട്രമൊക്കെ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ അത് വേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില പരാതികൾ നമ്മുടെ ആ ഹൈവേയിൽ നിന്ന് നേരെ പടിഞ്ഞോട്ട് കിടക്കുന്ന റോഡ് ചെന്ന് ആദ്യം ഇടത്തോട്ട് തിരിയുന്ന സ്ഥലത്ത് ഒരു 5 സെന്റ് ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ അത് അച്ഛൻ്റെ പേര് കിടക്കാണെന്ന് ആണെന്ന് പറഞ്ഞു. അത് നമുക്ക് തൊട്ടടുത്തൊരു ക്ഷേത്രമുണ്ടല്ലോ, ക്ഷേത്രമാണല്ലോ നമ്മുടെ എല്ലാം. അപ്പം അതുകൊണ്ടത് ക്ഷേത്രത്തിലേക്ക്, അല്ലെങ്കിൽ അയ്യപ്പന് തൊട്ടടുത്ത് ചിലപ്പോൾ അയ്യപ്പൻ്റെ ഏതെങ്കിലും ചെറിയ ക്ഷേത്രം ഉണ്ടാകും. അത് എഴുതി കൊടുക്കണമെങ്കിൽ അത് അച്ഛൻ മറ്റുള്ളവരുടെ പേരിൽ കൊടുത്താൽ അവരത് സ്വന്തമായിട്ട് എടുക്കുകയുള്ളൂ. അപ്പം എൻ്റെ പേരിൽ തരികയാണെങ്കിൽ ഞാൻ പിന്നെ അയ്യപ്പനും ഞാനുമായിട്ടുള്ള അടുപ്പം. അപ്പം അതിനായി വരുന്നത് ഇങ്ങനെ ഓരോരുത്തരും വന്ന് അച്ഛൻ്റെ എവിടെയെങ്കിലും ശരീരഭാഗത്ത് എവിടെയെങ്കിലും അച്ഛൻ വല്ല നാണയവും ഒളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെക്കി തോണ്ടി എടുത്തുകൊണ്ട് പോകാനാണ് ഈ വാനപ്രസ്ഥത്തിലിരിക്കുന്നവരെ. എന്നിട്ട് വേണ്ടി വന്നാൽ കരയുകയും കൂടി ചെയ്യും. ഒരു ഓസ്കാർ കിട്ടത്തക്ക വിധത്തിൽ ഒരു കരച്ചിലൊക്കെ അങ്ങനെ പാസ്സാക്കി. പോട്ടെ, ഞാൻ നോക്കട്ടെ. അത് മറ്റേവൻ വന്നപ്പോൾ നിൻ്റെ ഇളയവനുണ്ടല്ലോ, അവൻ വന്നപ്പോഴും ഇങ്ങനെ അവന് വേണമെന്ന് പറഞ്ഞിരുന്നു, ഞാൻ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ താല്പര്യം കുറഞ്ഞു അച്ഛനോടുള്ള. കാരണം വേറൊരാളും ആവശ്യപ്പെട്ടിരിക്കുന്നു, പ്രത്യേകമായ ഉത്തരവ് ഒന്നും കൊടുത്തിട്ടുമില്ല. അച്ഛനും ചെയ്യുന്നത് ഈ പിന്നെ വാനപ്രസ്ഥത്തിൽ ഇരുന്നുകൊണ്ട് ഇവരുടെ എന്ത് വരവയ്ക്കാവുന്നതാണ്. മൂത്തമാനോട്ടെ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോയി എന്നാണ് സങ്കല്പം. അപ്പോൾ വാനപ്രസ്ഥത്തിൽ ഇരുന്നുകൊണ്ട് അവൻ്റെ ഭാര്യയുടെ ഹുങ്ക് എന്തായാലും സഹിക്കാൻ ഒക്കില്ല. അതിനേക്കാൾ ഭേദം ഇളയവൻ്റെ ഭാര്യയാണ്. നോക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് അങ്ങനെ വിചാരിച്ച് അവിടെ ഇരിക്കും. അത് കഴിഞ്ഞാണ് സന്യാസം. അപ്പോൾ കാട്ടിൽ നിന്ന് ആളുകൾക്ക് എത്തിച്ചേരാവുന്ന കാട്ടിൽ നിന്ന് എത്തിച്ചേരാൻ വയ്യാത്ത കാട്ടിലേക്ക് പോകും. ഇത് മഹാപ്രസ്ഥാനത്തിൽ അങ്ങനെയല്ല. പോയെന്നാൽ അന്വേഷിച്ച് ചെല്ലാൻ പാടില്ലെന്നാണ്. അങ്ങനെയാണ് അതിൻ്റെ നിയമം, അതിൻ്റെ സങ്കല്പം അതാണ്. അപ്പോൾ എവിടെയെങ്കിലും വീണ് കിടന്ന് ഏതെങ്കിലും തരത്തിൽ ചിലപ്പോൾ കുറുക്കം കടിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ ജീവനോടെ തന്നെ വന്ന് വല്ല ഹൈനയോ അതുപോലെയൊക്കെയുള്ള, അല്ലെങ്കിൽ സിംഹമോ അതുപോലെയൊക്കെയുള്ള ഹിംസ്ര ജീവികൾ വന്ന് തിന്നു തീർക്കും. അപ്പം എന്തുമാവട്ടെ, അല്ലെങ്കിൽ കഴുകൻ റാഞ്ചി കൊണ്ടുപോകും.
ദണ്ഡകാരണ്യത്തിലൊക്കെ അങ്ങനെയാണ്. വലിയ കഴുകൻ പറന്നു വന്നിട്ട് അങ്ങനെ തന്നെ കൊത്തി എടുത്തുകൊണ്ട് പോയി മോക്ഷം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതും ഒരു മോക്ഷമാണ്, കഴുക മോക്ഷം. വിഷ്ണുവിന്റെ വാഹനം കൂടിയല്ലേ, വിഷ്ണുവിന്റെ വാഹനം കൂടിയല്ലേ കഴുക. വിഷ്ണുവിന്റെ അല്ല അന്നൊന്ന് പറയാൻ കഴുകനെ പോലെ ഇരിക്കാൻ സാധ്യതയുള്ള ഒരു പക്ഷി വിഷ്ണുവിന്റെ വാഹനമാക്കി ഇരിക്കുകയാണ്. ഇവന്റെ പുറത്ത് കയറി, ഈ കഴുകന്റെ പുറത്ത് കയറി ഇരുന്നാൽ കഴുകന് വിഷ്ണു ആരാണ് ശിവൻ ആരാണെന്നൊന്നും അതിലൂടെ അവൻ കൊത്തിന്ന് വരും. പിന്നെ അവനെ മര്യാദ പഠിപ്പിക്കേണ്ട ചുമതല വിഷ്ണുവിന് വന്നു. കഴുകന്റെ രൂപമേ ഉള്ളൂ, ഗരുഡനെ അത്രേ ഉള്ളൂ, ആകൃതി മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ പക്ഷിരാജാവെന്ന് പറയുന്നത്. സർവ പക്ഷികളുടെയും ശക്തി എല്ലാം കൂടി ചേർന്ന് അന്തരീക്ഷത്തിലൂടെ പറന്നു പോകത്തക്ക വിധത്തിലുള്ള ഒരു അസ്തിത്വം, അങ്ങനത്തെ ഒരു സത്വം ആയിട്ടാണ് ഗരുഡനെ സങ്കല്പിച്ചിരിക്കുന്നത്. പിന്നെ അത് ശക്തി സ്വരൂപവുമാണ്. വിഷ്ണുവിന്റെ വാഹനം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എന്നെ വഹിക്കുന്നത് എന്താണ്, എൻ്റെ ശക്തിയാണ്. നമ്മളുടനെ കാറ് പോലത്തെ എന്തിനെങ്കിലും ഒന്നിനെയും കാളവണ്ടി, പഴയ കാലത്ത് കാളവണ്ടി ആയിരിക്കും നമ്മൾ ധരിക്കും. ഇത് ഭാവന അതല്ല, നമ്മളെ വഹിക്കുന്നത് നമ്മളുടെ ശക്തിയാണ്. അപ്പൊ വിഷ്ണുവിന്റെ ശക്തിയാണ് ഈ ചെല്ലുന്നത്. അതുകൊണ്ടാണ് ഈ ചിറകെല്ലാം സങ്കല്പിച്ചിരിക്കുന്നത് ഈ ഗരുഡനെ. അപ്പൊ വിഷ്ണു ശക്തിയാണത്. അങ്ങനെ പോയി ഒരു വിധത്തിലും വീട്ടിലുള്ളവർക്ക് അന്വേഷിച്ച് ചെല്ലേണ്ടതില്ലാത്തതും ഈ ഹോസ്പിറ്റലുകളൊക്കെ പൂട്ടിപ്പോകുന്നതും ഇപ്പം എല്ലാവരും തീരുമാനിക്കുകയാണ് മഹാപ്രസ്ഥാനത്തിന് പോയി കളയാം എന്ന് പറഞ്ഞാൽ പിന്നെ ആശുപത്രിക്കാരെന്ത് ചെയ്യും? ആശുപത്രിക്കാരെ, മരുന്ന് കമ്പനിക്കാരെ, പ്രശ്നത്തിലാകും. അപ്പം അങ്ങനെ ആരുടെയും സഹായം ആവശ്യമില്ലാതെ തൻ്റെ മാത്രം സഹായമുള്ള അതാണ് ഈ അവസാനത്തെ ആസ്പത്രിയാണ് എന്ന് അത് പറയാനുള്ള കാരണം. പോയി അവിടെ ചെന്ന് അഭയം പ്രാപിക്കാൻ വീണ് മരിച്ചു പോകും. എങ്ങനെ മരിച്ചു? ഇതിൻ്റെ മൃതദേഹം ഇവിടെ ഈ വക ചിന്തകളൊന്നുമില്ല. ആള് വീട്ടിൽ നിന്ന് ഒഴിവാക്കി കിട്ടി. എല്ലാവരും വീട്ടിലുള്ള ഒരംഗങ്ങൾക്കും ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരു കാര്യവും പിന്നീട് ചിന്തിക്കേണ്ടതില്ല. അല്ല, ആരും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, തിരിഞ്ഞു നോക്കാൻ പാടില്ലാണ്. അപ്പോൾ അദ്ദേഹത്തിന് സദ്ഗതി കിട്ടി എന്നിവരെ തീരുമാനിക്കുകയും ചെയ്തു.